Kalankaval is definitely a good watch. And മമ്മൂട്ടി എന്ന നടനെ അദ്ദേഹം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാത്വേയിൽ വരുന്ന ദ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയാവുന്ന സിനിമ. മമ്മൂട്ടി എന്ന പെർഫോമറെ പല രീതിയിൽ റീഇൻവെൻറ്റ് ചെയ്യുന്ന, അതിനെ സഹായിക്കുന്ന ഒരു സിനിമ. ഈ സിനിമയുടെ പ്രിമൈസ് നമുക്ക് പലർക്കും പരിചിതമുള്ളതാണ്. അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പരിധിവരെ ജിതിൻ കെ ജോസ് എന്നുള്ള പുതിയ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് സ്ക്രീൻ റൈറ്റിംഗ് ഓൾസോ. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടെന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരുപാട് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സോൾവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ആ സിനിമയുടെ ഒരു ഗ്രിപ്പിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് സിനിമയുടെ മ്യൂസിക് വളരെ എടുത്ത് പറയേണ്ട കേസാണ്. ഈ കാലഘട്ടം സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ആംബിയൻസ് ആൻഡ് സിറ്റുവേഷൻസ്, ആ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള സ്കോർ, സിനിമാറ്റോഗ്രഫി ഈസ് ടോപ്പ് നോച്ച്. ആൻഡ് ആർട്ട് വർക്ക്സ് ആൻഡ് വിനായകൻ. അദ്ദേഹത്തിനെ വിനായകനായിട്ടല്ല അദ്ദേഹത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ എവിഡൻ്റാണ്. ആൻഡ് മമ്മൂക്ക ദി പെർഫോമർ, ഹീ ഈസ് അൺമാച്ചബിൾ. അദ്ദേഹത്തിൻ്റെ പെർട്ടിക്കുലറായിട്ടുള്ള 2-3 സീക്വൻസ് തന്നെ നമുക്കിതിൽ വളരെ സർപ്രൈസിങ് ആയിരുന്നു. ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് ഇറ്റ് സെൽഫ് ഹീസ് ഇൻ ടു ദ ക്യാരക്ടർ. അതുതന്നെയാണ് ഈ സിനിമയുടെ ദ മോസ്റ്റ് അട്രാക്റ്റീവ് എലമെൻറ്റ്. ആൻഡ് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് ചെറിയ ക്യാരക്ടേഴ്സായിട്ട് 1-2 സീനിലൊക്കെ. പക്ഷെ അതുപോലും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും പേരുണ്ടായിട്ടും അവരെ ഒന്നും ഒരു മിസ്മാച്ച് ആയിട്ട് തോന്നാതെ നമുക്ക് പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ആയ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ബിഗ് അപ്ലോസ് ടു ദ ഡയറക്ടർ. ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ടോപ്പ് നോച്ച്. ടെക്നിക്കലി ഇറ്റ് ഈസ് എ ബ്രില്യൻറ്റ് മൂവി. ബട്ട് ഐ തിങ്ക് റൈറ്റിങ്ങിൽ അവർ ദ ക്ലൈമാക്സ് പോർഷൻ അതുവരെ കൺവിൻസിങ് ആയിട്ട് കൊണ്ടുപോയ സ്ക്രീൻ പ്ലേയുടെ ഒരു ചെറിയ മൊമെൻറ്റം ബ്രേക്ക് ആവുന്നത് എനിക്ക് അവിടെയാണ് തോന്നിയത്. എനിവേ, ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഡെഫിനറ്റ്ലി ഫോർ മമ്മൂക്ക നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സിനിമയാണ്. താങ്ക് യു.